സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തലാൽ ഒരിക്കലും ചതിക്കില്ല എന്നുമായിരുന്നു നിമിഷപ്രിയയുടെയും ഭർത്താവിന്റെയും വിശ്വാസം. നാട്ടിലെത്തിയ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യമായ പണം സ്വരൂപിച്ച ശേഷം യമനിലേക്ക് മടങ്ങാനായിരുന്നു ടോമിയുടെ പദ്ധതി. എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി. ഇതിനുശേഷം 2015 നിമിഷപ്രിയയും മഹദിയും ഒരു ഡോക്ടറും സ്റ്റാഫും ചേർന്ന് സനായിൽ ക്ലിനിക്ക് ആരംഭിച്ചു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിരുന്ന തലാലിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാര പ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു എന്നാണ് വിവരം. പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി. പാസ്പോർട്ട് തട്ടിയെടുക്കുകയും നിമിഷപ്രിയയുടെ പക്കലുണ്ടായ സ്വർണം വിൽക്കുകയും ചെയ്തു. സഹിക്കാൻ വയ്യ എന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി.